ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിക്സഡ് GK ആണ്. ഒന്നാമത്തെ ചോദ്യം, ധാന്യങ്ങൾ മുളയ്ക്കുന്ന സമയത്തുണ്ടാകുന്ന പഞ്ചസാരയാണ് മാൾട്ടോസ്. കമ്പ്യൂട്ടറുകളോ നെറ്റ്വർക്ക് ഉപകരണങ്ങളോ ഒറ്റ കേബിളുമായി നേരിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന സജ്ജീകരണമാണ് ബസ് ടോപ്പോളജി. ഡേറ്റി ഫ്ലോട്ട് എന്നറിയപ്പെടുന്ന കറൻസി വിനിമയ ഇനമാണ് നിയന്ത്രിത ഫ്ലോട്ട്. രാജ്യത്ത് 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷൻ. എന്നാണ് 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണിത്, കോത്താരി കമ്മീഷൻ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുരുളി ചേകോൻ. എന്നാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുരുളി ചേകോൻ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. എന്താണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ചോദിച്ചത്, നെയ്യാറ്റിൻകര. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാണ് ജൊനാഥൻ ഡങ്കൻ. അനുച്ഛേദം 356 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തത്. ഇന്ത്യൻ ഭരണഘടന വിവിധ ആശയങ്ങൾക്ക് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തോടാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗമാണ് ശങ്കരാഭരണം. അപൂരിത എണ്ണകളെ പൂരിതമാക്കാൻ ആയി ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. സഞ്ജീവനി എന്ന വാരിക പ്രസിദ്ധീകരിച്ച് സ്വദേശി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? കൃഷ്ണകുമാർ മിത്ര. എന്താണ് സഞ്ജീവനി എന്ന വാരിക പ്രസിദ്ധീകരിച്ച് സ്വദേശി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? കൃഷ്ണകുമാർ മിത്ര. 3 എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കോട്ടയം. കമല ഗുപ്ത ട്രോഫി ഏത് കായികനുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. എന്നാണ് കമല ഗുപ്ത ട്രോഫി. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ 1949 ജൂലൈ 1. അപ്പോൾ തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ആകെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. എങ്ങനെയാണ്? കേരളത്തിലെ ആകെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ചത് 2023. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട്, ഇൻഡോർ, മധ്യപ്രദേശ്. കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷമാണ് 1942. തൃശ്ശൂരിൽ വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. അപ്പം 1936 തൃശ്ശൂരിൽ വൈദ്യുത പ്രക്ഷോഭം നടന്നത്. വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യർ, ഡോക്ടർ AR മേനോൻ, CR ഉണ്ണി. ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, ഡോക്ടർ AR മേനോൻ, CR ഉണ്ണി. പ്രഥമ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ഏത് ബില്ലിനാണ് സർവകലാശാല അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്ന വിശേഷണം ഉള്ളത്? വിദ്യാഭ്യാസ ബില്ല്. അതായത് പ്രഥമ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ഏത് ബില്ലിനാണ് സർവകലാശാല അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്ന വിശേഷണമുള്ളത്? വിദ്യാഭ്യാസ ബില്ലിനാണ്. അതുപോലെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. എന്നാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ നിയമ ബിരുദധാരിയാണ് അന്ന ചാണ്ടി. ഒന്ന് തിരുത്തി വായിക്കണം. നിയമ ബിരുദധാരിയാണ് അന്ന ചാണ്ടി. വള്ളുവനാടിൻ്റെ അമ്മ എന്ന വിശേഷണമുള്ളത് ആര്യ പള്ളം.
വള്ളുവനാടിൻ്റെ അമ്മ എന്ന വിശേഷണമുള്ളത് ആര്യാപള്ളം. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീനാണ്. കേരളത്തിൻ്റെ ഝാൻസി റാണിയാണ് ആര്? ആനി മസ്ക്രീന്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ബനിഹാൽ ചുരം ഏത് പർവ്വതനിരയ്ക്ക് കുറുകെയാണ്? പീർ പഞ്ചാൽ. അതായത് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ബനിഹാൽ ചുരം ഏത് പർവ്വതനിരയ്ക്ക് കുറുകെയാണെന്ന് ചോദിച്ചാൽ പീർ പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് 2018. ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയേറെ സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയമാണ് ഗ്രാമസ്വരാജ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ബർട്ടിനിയുടെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്ന ഘടന കാണുന്നത്? വൃക്കകൾ. എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ബർട്ടിനിയുടെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്ന ഘടന കാണുന്നത്? വൃക്കകൾ. ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവാണ് ജോർജ് കുമ്പനാട്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് 1969 ഓഗസ്റ്റ് 15. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് 1969 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പരീക്ഷണാത്മക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് ഭാസ്കര 1. GPS എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് UA ഖാദർ. 2025 പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹനായ കേരളീയനാണ് MT വാസുദേവൻ നായർ. അതായത് 2025 പത്മവിഭൂഷൺ കിട്ടിയത് MT വാസുദേവൻ നായർക്കാണ്. ഭരണഘടനയുടെ 114 അനുച്ഛേദത്തിൽ ഏതുതരം ബില്ലുകളെ പറ്റിയാണ് പറയുന്നത്? അപ്രോപ്രിയേഷൻ ബില്ലുകൾ. അപ്പം ഭരണഘടനയുടെ 114 അനുച്ഛേദത്തിൽ അപ്രോപ്രിയേഷൻ ബില്ലുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.